നമ്മുടെ നെജ്മ തസ്ബീരയുടെ ഹസ്ബൻഡാണ് എഴുതിയത്. നിങ്ങളുടെ ഇത് നിഷാദ് വള്ളുവനാട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. നിങ്ങളുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കാതെ പോയത്. എൻ്റെ മാന്യ സഹോദര, നിങ്ങളുടെ ഭാര്യ ജനിക്കുന്നതിനേക്കാളും മുമ്പ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയതാണ്. ആവശ്യമുള്ളത് അനുസരിക്കാനും അവകാശപ്പെട്ട അവകാശങ്ങൾ താൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന് നൽകേണ്ടവരെ ബോധ്യപ്പെടുത്തി അത് വാങ്ങിക്കൊടുക്കുവാനുമുള്ള നേതൃപാഠവും നിങ്ങൾക്കില്ലാതെ പോയി. ശരിയാണ്, ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പണാധിപത്യമില്ല, ഞങ്ങൾക്ക് ബ്ലാക്ക് മെയിലിംഗ് ടാക്ടിക്സ് അറിയില്ല, ഞങ്ങൾക്ക് കുറ്റാരോപണം ഉന്നയിക്കാൻ അറിയില്ല. ഞങ്ങൾ ഇവിടെ വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ നേതൃത്വത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വളരെ നല്ല പെരുമാറ്റമാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഒരു വിധത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളും ഉന്നയിക്കാനുള്ള ഒരു അവസരം പോലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു പാർട്ടിയിലാണ് 3 പെൺകുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ വന്നൊരു ലൈംഗിക ആരോപണം നടത്തുന്നു, ഈ ഫേസ്ബുക്ക് ഇട്ട ആളുടെ ഭാര്യ അടക്കം. അന്ന് മാധ്യമങ്ങളൊക്കെ വളരെ ഘോരഘോരം അവരെ പുകഴ്ത്തിക്കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നു. അന്നും ഞാൻ എൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി. നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഈ ലൈംഗിക ആരോപണം സത്യമാണെങ്കിൽ അത് അവർ ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യണം. അവിടെയാണ് സ്ത്രീത്വം. ഫൈറ്റിംഗ് സ്പിരിറ്റാണ് സ്ത്രീത്വം. നമ്മുടെ മുമ്പിൽ കേരളത്തിനറിയാലോ, ആക്രമിക്കപ്പെട്ടൊരു നടി, അവരെത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താ പറയുന്നത്? സ്ത്രീയുടെ ലൈംഗിക ആരോപണം എന്ന് പറയുമ്പം അതൊരു സ്ത്രീക്ക് മാത്രം നേരിടുന്നതല്ല, കേരളത്തിലെ മുഴുവൻ സഹോദരിമാർക്കും ഉണ്ടാവുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തക, രാഷ്ട്രീയ പ്രവർത്തക, വളർന്നു വരുന്ന തലമുറ, അതിലൊരു ലൈംഗിക ആരോപണം ഉണ്ടായ സമയത്ത് എല്ലാ മീഡിയാസും അത് സത്യമാണെന്നോ സത്യം എന്താ അസത്യം എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ആരോപണം ഉണ്ടായപ്പോൾ അവർ കോടതി വരെ എത്തി. കോടതിയിൽ എന്താ ഉണ്ടായത്? ഒരു മടിയുമില്ലാതെ അത് പിൻവലിക്കേണ്ട ഗതികേട് വന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ വനിതാ കമ്മീഷൻ മെമ്പറും കുൽസു ടീച്ചർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സദസ്സിൽ ഔദ്യോഗികമായി ക്ഷണിച്ചു വന്ന ഒരു വേദിയിൽ വെച്ച് ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ, എല്ലാ ഹാർഡ് കോപ്പി. ഞാനിവിടെ പറയുന്നതൊന്നും ഹിയർസേ എവിഡൻസ് അല്ല, എല്ലാം എനിക്ക് നേരിട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മൈക്ക് അങ്ങോട്ടേക്ക് മാറ്റി നിർത്താം, ഞങ്ങളും ക്ഷണിച്ച് വന്നവരാ, വലിഞ്ഞു കയറി വന്നവരല്ല. പക്ഷെ കുൽസു ടീച്ചർ അന്ന് തന്നെ ഇറങ്ങിപ്പോയി, അപ്പം തന്നെ ഇറങ്ങിപ്പോയി, ഞാൻ ഇറങ്ങിപ്പോയില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇന്നും എൻ്റെ മുന്നിൽ. ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു, എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വനിതകളെ, മുസ്ലിം ലീഗിൻ്റെ വനിതാ പ്രതിനിധികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എവിടെ പോയി നിങ്ങളുടെ ആദർശം? ഇന്ന് കൺസോൾട്ടേഷൻ വരികയാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വർഗീയതയാണ്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്, മുസ്ലിം ലീഗിൻ്റെ ബൈലോ വായിക്കുകയാണെങ്കിൽ തന്നെ എന്തിനു വേണ്ടി? മൈനോറിറ്റി പൊളിറ്റിക്സിന് വേണ്ടിയാണ്. മുസ്ലിം സമുദായത്തിനും ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങൾക്കും നേരിടുന്ന, അല്ലാണ്ട് മുസ്ലിം കൺസോളിഡേഷനോ മുസ്ലിം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിക്കൊണ്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, എന്നിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളും ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ഇന്ത്യയല്ലേ, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മതേതരത്വം വേണ്ടതല്ലേ? അപ്പോൾ അത്ര നമ്മൾ നേരിട്ട ഓരോരോ പ്രശ്നങ്ങളുമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വലിയ കടപ്പുറത്തുള്ള വേദിയിൽ വെച്ച് ഖമറുന്നിസ അൻവറിനെ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം. അതെ, ഇന്ന് എത്തി കേട്ടോ, ഇന്നിവിടെ എത്തി നമ്മൾ. ഓക്കെ, യെസ്, തീരുമാനം പറയാം. എല്ലാവർക്കും ആകാംക്ഷ. ഞങ്ങൾ നേരിട്ടത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്.